നമസ്തേ. ഞാൻ ഇന്നു മുതൽ സംസാരിച്ചു തുടങ്ങുന്നത് മതങ്ങളെപ്പറ്റിയും പ്രത്യയശാസ്ത്രങ്ങളെപ്പറ്റിയും അതിൽ തന്നെ പ്രകൃതി യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയുമാണ്. ഞാൻ ആദ്യമേ തന്നെ ഒന്ന് പറയട്ടെ, വിശ്വാസങ്ങളിൽ മനസ്സുറച്ചു പോയവർക്ക് ഇത് കേൾക്കുമ്പം വിഷമം തോന്നും. ഞാൻ പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നതിന് മുൻപ് മനസ്സുകൊണ്ട് വിശകലനം ചെയ്യുക. അതായത് ശ്രവണം, മനനം, ധ്യാനം. മനസ്സിൽ ഉറപ്പിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം തന്നെ രാഷ്ട്ര നിർമ്മാണത്തിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒന്ന് ആത്മീയതയിലൂന്നിയ രാഷ്ട്രീയവും മറ്റൊന്ന് ഭൗതികതയിലൂന്നിയ രാഷ്ട്രീയവും. മതങ്ങളിൽ ആധ്യാത്മികതയുടെ ചെറിയ അംശങ്ങളുണ്ട്, പക്ഷെ പൂർണ്ണ പ്രകൃതി സത്യം അതിലടങ്ങിയിട്ടില്ല. മതങ്ങളാണെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളാണെങ്കിലും അതിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പൂർവികരിൽ നിന്നും കുടുംബത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും മറ്റും കിട്ടിയിട്ടുള്ള അറിവും അതുപോലെ തന്നെ സ്വന്തം ചിന്താമണ്ഡലത്തിൽ ഉടലെടുത്ത സൃഷ്ടിയും കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ളതാണ്. മതങ്ങളുണ്ടാക്കിയിട്ടുള്ള ആരും തന്നെ തപസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതല്ല. തപസ് ചെയ്യുക, അതിലൂടെ സൃഷ്ടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ പടി ഇന്ദ്രിയങ്ങളെ അടക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും കുറഞ്ഞത് ഒരു വ്യാഴവട്ടം വേണ്ടി വരും, അതായത് 12 വർഷം. ഇന്ദ്രിയങ്ങളെ അടക്കാതെ സൃഷ്ടി ഉണ്ടായാൽ ആ സൃഷ്ടിയിലൂടെ മുന്നോട്ട് പോകുന്ന സമൂഹത്തിന് താൽക്കാലിക നേട്ടമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് നിലനിൽക്കുന്നതും ഇല്ലാത്തതുമായ എല്ലാ മതപ്രത്യയശാസ്ത്ര രാഷ്ട്രീയവും ഹിന്ദു സനാതന ധർമ്മ സംസ്കാരത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ഇന്നത്തെ ഹിന്ദു എന്ന് പറയുന്നത് 4 വിഭാഗങ്ങളാണ്: ഹിന്ദു ഭൗതികവാദികൾ, ഹിന്ദു മതേതരവാദികൾ, ഹിന്ദു മതവാദികൾ. ഈ മൂന്നും അല്ലാതെ ഹിന്ദു സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർ. എല്ലാ മതവിശ്വാസികളിലും ഭൗതികവാദികളിലും അവർ അറിയാതെ തന്നെ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിലും. സനാതന ധർമ്മ സംസ്കാരത്തിൻ്റെ ആരംഭം വേദങ്ങളും ഉപനിഷത്തുകളും ഉണ്ടായതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വേദോപനിഷത്തുകളുടെ കാലഘട്ടം പോലും എപ്പോഴാണെന്ന് നിർവചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. ഈ സനാതന ഹിന്ദു സംസ്കാരം എന്താണ്? ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം ഹിമാലയം മുതൽ സമുദ്രം വരെ ഉള്ള പ്രദേശത്ത് അധിവസിക്കുന്നവർ എന്നതാണ്. ഹിമാലയത്തിൻ്റെ ഹീം സമുദ്രത്തിൻ്റെ ദ്രായും കൂടി ചേർന്നാണ് ഈ വാക്ക്. ഈ വാക്ക് ഉണ്ടാവുമ്പോൾ ഇന്നത്തെ രീതിയിൽ ഭൂഖണ്ഡങ്ങൾ വിഘടിക്കപ്പെട്ടിരുന്നില്ല. പുരാണങ്ങൾ അതിൻ്റെ സൂചനയുമുണ്ട്. അത് ഞാൻ വിശദമായി മറ്റൊരിക്കൽ പറയാം. സനാതനം എന്ന് പറയുന്നത് എന്നുമുള്ളത് എന്നതാണ്. അതായത് നാം അനുഭവിക്കുന്ന വായുവിൻ്റെ, വെള്ളത്തിൻ്റെ, അഗ്നിയുടെ, മണ്ണിൻ്റെ, ശൂന്യതയുടെ സ്വഭാവം അന്ന് എന്താണോ അത് തന്നെയാണ് ഇന്നും. വരും കാലത്തും അതങ്ങനെ തന്നെ ആയിരിക്കും. മറ്റൊന്ന് ദൃശ്യമല്ലാത്തതും എന്നാൽ നാം അനുഭവിക്കുന്നതുമായ കരുണ, വാത്സല്യം, കോപം, വൈരാഗ്യം, ലൈംഗികത തുടങ്ങിയവയും അന്നുള്ളതുപോലെ തന്നെയാണ് ഇന്നുമുള്ളത്. വരും കാലത്തും അതങ്ങനെ തന്നെയായിരിക്കും. ഇന്ന് നമ്മൾ എന്താണ് അനുഭവിക്കാത്തത് അത് അന്നും അനുഭവിച്ചിട്ടുന്നില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ബാഹ്യപ്രകൃതിയിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇന്നത്തെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും യാത്രാ സൗകര്യങ്ങളും എല്ലാം എല്ലാ കാലത്തും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതുപോലെ വ്യക്തികളുടെ ഉള്ളിൽ രൂപപ്പെടുന്ന രൂപമോ ശബ്ദമോ മറ്റെന്ത് അറിവാണെങ്കിലും അത് വിവരിക്കാൻ സാധിക്കണം. തനിക്ക് മാത്രം ബോധ്യമായാൽ പോരാ, എല്ലാവർക്കും ബോധ്യപ്പെടണം. ഒരുപക്ഷെ മറ്റു വ്യക്തികളുടെ ഉള്ളിൽ മറ്റൊരു ചിത്രം അടിയുറച്ച് പോയതുകൊണ്ട് അക്കൂട്ടർ സമ്മതിച്ചു തന്നില്ല എന്നിരിക്കും. എന്നാൽ അവർ ആന്തരികമായി സമ്മതിക്കുന്നു എന്നതിൻ്റെ ശരീരഭാഷയിലൂടെ ബോധ്യപ്പെടും. ഇനി ആദ്യം ഭൗതികവാദികൾ പറയുന്ന കാര്യത്തെപ്പറ്റി പറയാം. അവർ പറയുന്നു മനുഷ്യനുണ്ടായത് കുരങ്ങനിൽ നിന്നുമാണെന്ന്. അതുപോലെ അതേ വിഭാഗത്തിലെ മറ്റൊരു കൂട്ടർ പറയുന്നു ജീവവർഗത്തിൻ്റെ ഏതോ ഒരു പരിണാമമാണ് മനുഷ്യനെന്നും
എന്നാൽ ഇത് തെറ്റാണ്. സനാതന ധർമ്മ സംസ്കാരം പറയുന്നു പ്രപഞ്ചത്തിൻ്റെ ചലനാത്മകത, അതായത് പ്രയാണം, പരിണാമത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയും ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, പ്രപഞ്ച സത്യത്തെപ്പറ്റി സനാതന ധർമ്മ സംസ്കാരം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ, ചിന്തിക്കണം. മായയാൽ നിർമ്മിതമായ വൈവിധ്യങ്ങളുടെ ആധ്യാത്മിക ഭൗതിക ലോകം, അതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഓരോന്നിനെയും ഞാൻ വരും ദിവസങ്ങളിൽ വിവരിക്കാം. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വേദാന്ത വിഷയമായതുകൊണ്ട് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലിരിക്കാനും ചിന്തിക്കാനും പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അടുത്ത ദിവസത്തിലേക്ക് ബാക്കി പറയാം. നമസ്തേ.